ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് നവംബർ 14. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2025 വോട്ടെണ്ണൽ ആരംഭിച്ചു. NDAയും മഹാസഖ്യവും തമ്മിൽ കനത്ത പോരാട്ടം. ബീഹാറിലെ 243 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 8 മണിക്ക് ആരംഭിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമായ ഏകദേശം 67.13% ശേഷമുള്ള ഈ ഫലം മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA തുടരുമോ അതോ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള മഹാസഖ്യം അധികാരം പിടിച്ചെടുക്കുമോ എന്ന് നിർണയിക്കും. രാവിലെ 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റുകളും 8:30 മുതൽ EVM വോട്ടുകളും എണ്ണി തുടങ്ങി. ഉച്ചയോടെ വ്യക്തമായ ചിത്രം ലഭിക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളമുള്ള 46 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പിന് ശേഷം പുറത്തുവന്ന മിക്ക എക്സിറ്റ് പോളുകളും നിതീഷ് കുമാറിന്റെ NDAക്ക് ഭൂരിപക്ഷം പ്രവചിക്കുന്നു. എന്നാൽ ചില സർവേകൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ കനത്ത മത്സരം നടക്കുമെന്നും പ്രവചിക്കുന്നു. വോട്ടർ പട്ടിക പുതുക്കൽ മാറ്റിവെക്കാനുള്ള സർക്കാർ ആവശ്യം ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്രമായ പുനരവലോകനം അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ മാറ്റിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ കേരള ഹൈക്കോടതി ഇന്ന് വിധി പറയും. SIR നടപടികൾക്ക് ഈ ഘട്ടത്തിൽ ഇടപെടുന്നത് ഉചിതമാകുമോ എന്ന് ഹൈക്കോടതി സർക്കാരിനോട് ആരാഞ്ഞു. ഭരണപരമായ പ്രതിസന്ധി ഒഴിവാക്കാൻ വിഷയം സുപ്രീം കോടതിയെ സമീപിക്കുന്നതല്ലേ ഉചിതം എന്നും കോടതി നിരീക്ഷിച്ചു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ജീവനക്കാരുടെയും മറ്റ് സാമഗ്രികളുടെയും കുറവ് ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ടത്. ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ തീരുമാനം നിർണായകമാകും. പാലത്തായി പീഡനക്കേസ് വിധി ഇന്ന്. തലശ്ശേരി പോക്സോ പ്രത്യേക കോടതി പാലത്തായി ലൈംഗികാതിക്രമ കേസിൽ ഇന്ന് വിധി പറയും. സ്കൂൾ വിദ്യാർത്ഥിനിയെ അധ്യാപകൻ പീഡിപ്പിച്ച കേസിലാണ് വിധി വരുന്നത്. തിരുവനന്തപുരത്ത് പ്രാദേശിക അവധി. വെട്ടുകാട് പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, നെയ്യാറ്റിങ്കര താലൂക്കുകളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. PM ശ്രീ പദ്ധതി CPM-ഉം CPI-യും തമ്മിൽ ഭിന്നത രൂക്ഷം. കേന്ദ്രം ഫണ്ട് തടഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് CPM-ഉം CPI-യും തമ്മിലുള്ള ഭിന്നത അതിരൂക്ഷമായി. ഈ രാഷ്ട്രീയ തർക്കം മൂലം കേന്ദ്രം പദ്ധതിക്കുള്ള ഫണ്ട് തടയുകയാണെങ്കിൽ അതിന് തന്നെ കുറ്റപ്പെടുത്തേണ്ടതില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രസ്താവിച്ചു. വന്യജീവി സംരക്ഷണ ബിൽ ഭരണഘടനാപരമായ പുനഃപരിശോധന വേണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ. കേരള വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലിനെതിരെ 80-ലധികം പരിസ്ഥിതി സംരക്ഷകരും വിദഗ്ധരും രംഗത്ത്. ബില്ലിന് അംഗീകാരം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ഇവർ ഗവർണർക്ക് നിവേദനം നൽകി. ബില്ലിന് മതിയായ ശാസ്ത്രീയ അടിത്തറയില്ലെന്നും വന്യമൃഗങ്ങളെ കൊല്ലാൻ ഉദ്യോഗസ്ഥർക്ക് അമിതമായ അധികാരം നൽകുന്നുവെന്നും ഇവർ വാദിച്ചു. ബില്ലിന്മേൽ ഭരണഘടനാപരമായ പുനഃപരിശോധന ആവശ്യമാണെന്ന് അവർ കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ആദ്യ ഡിജിറ്റൽ സെൻസസ് പ്രീ ടെസ്റ്റ് കേരളത്തിൽ ആരംഭിച്ചു. പാലക്കാട്, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ വിവരശേഖരണം. രാജ്യത്ത് ആദ്യമായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സെൻസസിന്റെ പൈലറ്റ് പ്രൊജക്ട് കേരളത്തിലെ 3 ജില്ലകളിൽ ആരംഭിച്ചു. പാലക്കാട്, എറണാകുളം, ഇടുക്കി എന്നിവിടങ്ങളിലാണ് വിവരശേഖരണം നടക്കുന്നത്. മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിച്ച് ഒരു സംയോജിത ഡിജിറ്റൽ മാനേജ്മെന്റ് സംവിധാനം വഴി നിരീക്ഷിച്ച് വരികയാണ്. 2027 രാജ്യവ്യാപകമായി നടപ്പാക്കാനിരിക്കുന്ന സെൻസസിന്റെ മുന്നൊരുക്കമാണിത്. സ്ത്രീ സുരക്ഷാ പദ്ധതി മാനദണ്ഡങ്ങൾ കർശനമാക്കി. ആധാർ വേരിഫിക്കേഷൻ നിർബന്ധം. 35-നും 60-നും ഇടയിലുള്ള അന്ത്യോദയ അല്ലെങ്കിൽ പ്രയോറിറ്റി കാർഡ് ഉടമകൾക്ക് മാത്രം. സംസ്ഥാന സർക്കാർ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചു. ഇനി മുതൽ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള അന്ത്യോദയ അല്ലെങ്കിൽ പ്രയോറിറ്റി റേഷൻ കാർഡ് കൈവശമുള്ള മറ്റ് പെൻഷനുകളോ ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത സ്ത്രീകൾക്ക് മാത്രമായിരിക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. ആധാർ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക പരിശോധന ഈ പദ്ധതിക്ക് നിർബന്ധമായിരിക്കും. IPL മെഗാ ട്രേഡ്. സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക്.
ജഡേജയും സാം കറനും രാജസ്ഥാൻ റോയൽസിലേക്ക്. IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ താര കൈമാറ്റങ്ങളിലൊന്ന് യാഥാർത്ഥ്യമാവുന്നു. മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറുന്ന ട്രേഡ് ഡീൽ അന്തിമഘട്ടത്തിൽ. സഞ്ജുവിന് പകരമായി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്റ്റാർ ഓൾറൗണ്ടർമാരായ രവീന്ദ്ര ജഡേജയും ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ സാം കറനെയും രാജസ്ഥാൻ റോയൽസിന് ലഭിക്കും. ട്രേഡ് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം IPL ടീമുകളുടെ റീടെൻഷൻ പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഉണ്ടായേക്കും. വാർത്ത തുടരും. സൈനിങ് ഓഫ്.